ഇൻവേർഷൻ എന്ന് പറയുന്നത് ഇൻ എ മിറർ വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ ലെഫ്റ്റ് ഈസ് ആക്ച്വലി ദ റിഫ്ലക്ഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ റൈറ്റ് ആയിരിക്കും മിററിൽ ഇമേജിന്റെ ലെഫ്റ്റ് ആയിട്ട് കാണുന്നത്, അതുപോലെ തിരിച്ചു. ഈ ഒരു ഫിനോമിനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ ഓഫ് മിറേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ആണ്, ഓക്കെ ആണെങ്കിൽ ഒന്നുകൂടെ തംസ് കാണിച്ചു കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംബുലൻസ് ഒക്കെ പോട്ടെ, കണ്ടതാ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജസ് ഇൻ എ പ്ലെയിൻ മിറർ. ഒരു നോർമൽ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മുഖമൊക്കെ നോക്കുന്ന, നമ്മുടെ ഫേസ് ഒക്കെ നോക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാ മിററില്ലേ, അതാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അതിന്റെ സർഫസ് പ്ലെയിൻ ആയിരിക്കുള്ളൂ, റിഫ്ലക്റ്റീവ് സർഫസ് പ്ലെയിൻ ആയിരിക്കും. വേറെ എന്താ പറയുക, പുറത്തേക്ക് തള്ളി അകുഴിഞ്ഞ് അങ്ങനെ ഒന്നും ഇരിക്കുന്നുണ്ടാവില്ല. നമ്മുടെ ഏതാണ് സ്പെറിക്കൽ മിറേഴ്സ് പോലെ ഒന്നല്ല, പ്ലെയിൻ ആയിട്ടുള്ള മിറർ ആയിരിക്കുള്ളൂ. സോ ഈ ഒരു മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാൾ വിളിച്ചു സാർ. ആരാ? നവമി. താരാണത്? ഹായ്, സെറ്റല്ലേ, ഉഷാറല്ലേ? അതെ. ഓക്കെ, നീ എഴുന്നേറ്റ് നിൽക്കുന്നു മിററിന്, ഇപ്പൊ എഴുന്നേക്കണ്ടാട്ടോ, മിററിന്റെ മുന്നിൽ പോയി നിൽക്കാണ്. ഓക്കെ, ഈ മിററിന്റെ മുന്നിൽ കാണുന്ന നിന്റെ ഫേസ് ഇല്ലേ, ആ ഫേസിന്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞേ, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞേ. നല്ല ഭംഗിയുണ്ട് അങ്ങനെയൊന്നല്ല, സുന്ദരിയാണ് മിസ്സേ, അങ്ങനെയല്ല, അല്ലാതെ കോമൺ ആയിട്ട് നിനക്ക് ഫീൽ ചെയ്തിട്ടുള്ള നിന്റെ ഇമേജിന്റെ പ്രത്യേകതകൾ. സൈസ് എങ്ങനെയാണ്? നിന്നേലും വലുതാണോ ചെറുതാണോ ഇമേജ്? സൈസ് എങ്ങനെയാ? ഇത്തിരി വലുതാ. നിന്റെ സൈസിനേക്കാളും കുറച്ചുകൂടെയും വലുതാണോ നിന്റെ ഇമേജിന്? സെയിം സൈസ്. ഓ, ഞാൻ ടെൻഷനായി പോയി ഞാൻ. ഓക്കെ, സെയിം സൈസ് ആണ്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് അത്? ഇങ്ങനെ ഇറക്റ്റ് ആയിട്ട് നേരെ നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് തലകുത്തി നിൽക്കുകയാണോ? നേരെയാണോ തലകുത്തിയാണോ? ഇപ്പൊ നീ നേരെ നിൽക്കുകയാണ്, അപ്പൊ നിന്റെ ഇമേജ് എങ്ങനെയാ നിൽക്കുന്നേ? നേരെയാണ്. ഓക്കെ, ഓ, സമാധാനായി. അടുത്ത ആൾ വിളിച്ചു സാർ. അപ്പൊ 2 പോയിന്റ് കിട്ടി. ഒന്നാമത്തത് സെയിം സൈസ് ആയിരിക്കും ഇമേജ്, അതുപോലെ ഇറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നേരെ നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. അടുത്ത ആരാണ്? രാഹുൽ. ഓക്കെ, ബുക്കില്ല? ഇതിപ്പോ വെറുതെയാണെങ്കിലും ബുക്ക് വേണം. ഇപ്പൊ തന്നെ നമുക്ക് എഴുതാനായിട്ട് വരും. ഓക്കെ, എഴുതാൻ വരും. ബുക്ക് കാണുന്ന രീതിക്ക് അറേഞ്ച് ചെയ്യട്ടോ പ്രോപ്പർ ആയിട്ട്. ഓക്കെ, രാഹുലെ പറ, നിന്റെ പ്ലെയിൻ മിറർ, നീ വീട്ടിൽ ഫേസ് നോക്കുന്ന മിറർ, നീ എന്തിനാ ഫേസ് നോക്കാറ്? നോക്കാറില്ല മിസ്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് മിസ്, എന്റെ ഫേസും എന്റെ ഐഡന്റിറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് മിറർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാറൊക്കെ ഉണ്ടല്ലോ, സാറൊക്കെ വഴി കൂടെ പോകുമ്പോ വല്ല റോഡ് സൈഡിൽ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്, അതിന്റെ സൈഡ് മിററിൽ നോക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. സാർ ഭയങ്കര കോൺഷ്യസ് ആണ്, ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഓക്കെ, ഉണ്ട്. ഓക്കെ, എടാ, നമ്മൾ കാണുന്ന മിററിനകത്ത് നമ്മുടെ ഇമേജ് ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കോ? നമ്മുടെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞു വരാറുണ്ടാ മിററിൽ? എടാ, നീ അവിടെ മിറർ ഉണ്ട്, എന്നിട്ട് നോക്കി പറ നീ. ഉണ്ടോ? തിരിഞ്ഞു വരാ? ഉണ്ട്, തിരിഞ്ഞു വരാറുണ്ട്. അപ്പൊ ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കും. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു? സെയിം സൈസ് ആയിരിക്കും ഇമേജ്, ഇറക്റ്റ് ആയിരിക്കും, നേരെ ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ അടുത്തത് ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കും. ഇനിയും കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ, ഹെഡിങ് എഴുതാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ. വേണമെങ്കിൽ നിങ്ങളുടെ ഇമേജ് ഒക്കെ വരച്ചു വെച്ചോ, ഇങ്ങനെ വരച്ചാൽ മതി. ഇതാണ് മിറർ. എന്റെ വരക്കണ്ട, സാറിന്റെ വരക്കാം നമുക്ക്. ഇതാണ് സാറ്, സാറിന്റെ ഇമേജ് അതേപോലെ തന്നെയാണല്ലോ ഇരിക്കുക. കറക്റ്റ് കണ്ട, സെറ്റ്. അപ്പൊ ഒരു ഇമേജ് ഒക്കെ വരച്ചു വെച്ചോ. കറക്റ്റ് അല്ലേ സാർ? ഹാപ്പി ആയില്ലേ? അത് കൊള്ളാം. അതിപ്പോ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോന്നും എടുത്തു വെച്ചാക്കിയാണല്ലേ അവസരത്തിനടുത്ത് ഇടാനായിട്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ. കേട്ടോ, പ്ലെയിൻ മിററിനകത്ത് നമ്മൾ കാണുന്ന ഇമേജിന് ലാറ്ററൽ ഇൻവേർഷൻ എന്തായാലും സംഭവിച്ചിരിക്കും. നമ്മുടെ റൈറ്റ് ഇമേജിന്റെ ലെഫ്റ്റ് ആയിരിക്കും, നമ്മുടെ ലെഫ്റ്റ് ഇമേജിന്റെ റൈറ്റ് ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് സെറ്റ് ആണെങ്കിൽ മാത്രം ഡബിൾ തം. ഇതിങ്ങനെ
നിവേദേ നോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് സെറ്റ് ആണെങ്കിൽ ഡബിൾ തമ്പ്. ഇങ്ങനെ വാ, ഇങ്ങനെ എടുക്കാൻ അറിയില്ല, എടാ മാറുവാനെ അങ്ങനെയല്ലടാ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് കാണിച്ചു തരാം. In a plane mirror, the size of the object will be equal to the size of the image. ഇപ്പം ഞാൻ എൻ്റെ മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നേലും വലിയ നമ്മുടെ അതിശയനെ പോലത്തെ വലിയൊരു ഇമേജ് ആണോ കിട്ടുന്നത്? അല്ല, എൻ്റെ സെയിം സൈസിലുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതിനെയാണ് പറയുന്നത് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഇമേജ്. രണ്ടും സെയിം സൈസ് ആയിരിക്കും. നോ ബിഗർ നോ സ്മോളർ. സെറ്റ്. സെക്കൻഡ് പോയിന്റ് സെറ്റ് ആണെങ്കിൽ ഒരു കയ്യിൽ തംസ്, ഒരു തം മതി, മോർ ദാൻ ഇനഫ്. ഓക്കെ, ഇപ്പോൾ വേഗം എഴുതാം കേട്ടോ. അപ്പോൾ 2 പോയിന്റ് ആയി നമുക്ക്. ലാറ്ററൽ ഇൻവേർഷൻ സെയിം സൈസ്. സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. ലാറ്ററൽ ഇൻവേർഷൻ സെയിം സൈസ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ദ ഇമേജ് ഒബ്റ്റൈൻഡ് ഈസ് വിർച്വൽ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും അറിയോ? വിർച്വൽ ആയിരിക്കും. ആ ഇമേജ് അവിടെ ഒറിജിനൽ ആയിട്ടില്ല. നമ്മൾ കാണുന്ന ഇമേജ് അവിടെ ഒറിജിനൽ ആയിട്ട് ഫോം ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ വിർച്വൽ ഇമേജ്. ഒരാൾ വിളിച്ചേ സാർ? മർവൻ. ഹലോ. ഓക്കെ മർവാൻ, നീ മിററിന്റെ മുന്നിൽ പോയി നിൽക്കാണ്. നിന്നു. ഓക്കെ, ആ മിററിൽ ഫോം ചെയ്തു നിന്റെ ഇമേജ്. ഈസ് ദാറ്റ് ഇമേജ് വിർച്വൽ ഓർ റിയൽ? നിന്റെ ഇമേജ് വിർച്വൽ ആണോ റിയൽ ആണോ? എന്താണ്? എന്താണ്? സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ഓക്കെ ഫൈൻ. ഞാൻ ചോദിച്ചത് ആ ഇമേജ് റിയൽ ആയിരിക്കും അല്ലെങ്കിൽ വിർച്വൽ ആയിരിക്കോ? നിനക്ക് തോന്നുന്നു, ഐ മീൻ റിയൽ ആയിരിക്കും. ഇമേജ് റിയൽ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കാണുന്ന നമ്മുടെ ഇമേജ് ഇല്ലേ, അങ്ങനെ ഒരു ഇമേജ് അവിടെ ഇല്ല. അത് റിയൽ അല്ല. നമ്മൾ കാണുന്ന ഇമേജ് റിയൽ അല്ല, അത് വിർച്വൽ ആണ്. വിർച്വൽ എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നത് എന്നുള്ള മീനിങ് അല്ല കേട്ടോ. വിർച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് റിയൽ ആവുള്ളൂ. ഞാൻ ഇപ്പോൾ ദേ ഇവിടെ ഇത് ഒരു മിറർ. അയ്യോ സാറെല്ലാം പോയല്ല. അയ്യോ പോലെ. ഇതൊരു മിറർ. ഈ മിററിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണേ. ഞാൻ നിൽക്കുകയാണ്. ഈ മിററിൻ്റെയും അതുപോലെ തന്നെ എൻ്റെയും ഇടയിലായിട്ട് ഞാനൊരു സ്ക്രീൻ വെച്ചു. ഒരു സ്ക്രീനാണ്, ഒരു സ്ക്രീൻ, നോർമൽ സ്ക്രീൻ. ഓക്കെ, എൻ്റെ ഇമേജ് ഞാൻ ഈ മിററിൽ കണ്ടു. ഓക്കെ, ഈ നടുക്ക് വെച്ചിരിക്കുന്ന സ്ക്രീനിലും ആ ഇമേജ് കണ്ടാൽ മാത്രമാണ് അതൊരു റിയൽ ഇമേജ് ആവുള്ളൂ. ഓക്കെ, ഒരു ഇമേജ് സ്ക്രീനിൽ വന്നാൽ മാത്രമാണ് അത് റിയൽ ആവുള്ളൂ, ഇല്ലെങ്കിൽ അത് വിർച്വൽ ഇമേജ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജിനെ ഒരിക്കലും നമുക്കൊരു സ്ക്രീനിൽ കാണാൻ പറ്റില്ല. സോ അത് എന്ത് ഇമേജ് ആണ്? പറ, ഒച്ചയിൽ പറ. എന്ത് ഇമേജ് ആണ്? എവിടെ? അനീഖ അല്ലേ? അനീഖ. അനീഖനെന്ന് വിളിച്ചേ. അത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നതാ, ആ ഒരു താളത്തിൽ. അനിക, എനിക്ക് സ്ക്രീനിൽ നമ്മുടെ ഇമേജ് കിട്ടില്ല. സോ അത് എന്ത് ഇമേജ് ആയിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും. സ്ക്രീനിൽ കിട്ടിയാൽ എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്ലെയിൻ മിററിലുള്ള ഇമേജ് എങ്ങനെയാണ്? വിർച്വൽ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സംഭവം സെറ്റ് ആണെങ്കിൽ നമ്മുടെ പ്ലെയിൻ മിററിലെ നമ്മുടെ ഇമേജ് വിർച്വൽ ആണ്. ആ പോയിന്റ് സെറ്റ് ആണെങ്കിൽ മാത്രം ഡബിൾ തമ്പ്, സ്ട്രെയിറ്റ് തമ്പ്. അവളെന്ന് വിളിച്ചേ, അവളാ ജസ്ലീൻ എന്ന് വിളിച്ചേ. അനങ്ങുന്നില്ലല്ലോ കുട്ടി, ഇന്നെന്താണ് അത് അനങ്ങാതിരിക്കുന്നത്? ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡൗട്ട് ചോദിക്കാം നമുക്ക്. കാണാൻ പറ്റും. അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. അതായത് നമ്മൾ ആ ഒബ്ജക്റ്റ് വെച്ച് മറച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും, നീ ഉദ്ദേശിച്ചത് നമ്മൾ മിറർ വെച്ചു, ദെൻ ഒരു ഒബ്ജക്റ്റ് വെച്ചു, അതിന്റെ ബാക്കിൽ നമ്മളിപ്പോൾ ഒരു ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാൻഡിൽ മിററിൽ കാണാൻ പറ്റുന്നല്ലേ? ഓക്കെ, അതായത് മിററിൽ നമ്മൾ ഓൾറെഡി, അയ്യോ സാറിനെ പേടിപ്പിക്കല്ലേട്ടാ. ഓക്കെ, സാറോട് ഗോസ്റ്റിന്റെ ഒക്കെ കുറെ ഇമേജസ് ഒക്കെ എടുത്ത് വെച്ചേക്കണ്. ഓക്കെ, അപ്പോൾ ആ മിററിൽ ഓൾറെഡി ആ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ എങ്ങനെയാണ്, നമ്മളുടെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ
ബാക്കിലുള്ളത് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ മിറർ എന്ന് പറയുന്നത് അതൊരു ഡിവൈസ് ആണ്. അത് ഓൾറെഡി എന്താണ്, ആ ഇമേജിനെ കണ്ടു, ആ ക്യാൻഡിലിനെ കണ്ടു. പിന്നെ അതിന്റെ മുന്നിൽ വേറൊരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും ആ ഇമേജ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോഴും കാണാൻ പറ്റും, അപ്പോഴും കാണാൻ പറ്റും. അത് ആ ഡിവൈസിന്റെ പ്രത്യേകതയാണ്. അത്രേ ഉള്ളൂ എന്നൊക്കെ, അത് ആ ഡിവൈസിന്റെ പ്രത്യേകതയാണ്. അതിന് പിന്നിൽ വലിയൊരു എന്താ പറയാ, വലിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നീ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം. വെയിറ്റ് ചെയ്യണം, നീ പോയി കളയരുത്. പോന്ന് തോന്നണട്ടാ, അറിയാണ്ട് ചോദിച്ചു പോയി എന്നൊക്കെ. ഓക്കെ, യെസ്. അപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലായി. എനിക്ക് പേടിയാവണ സത്യമായിട്ടും. അവർക്ക് പേടിയാവും സാർ. മാറ്റത് അത് മാറ്റ്, അത് പേടിയാവണം. എനിക്ക് കണ്ടിട്ട് പേടിയാവണം. മാറ്റ്. അയ്യോ, ഞാനാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് മറ്റേ പ്രണവ് മോഹൻലാലിന്റെ DSC മൂവി കണ്ടോളൂ. ഓഹ് മൈ ഗോഡ്, അത് പേടിക്കാനും ഒരു ബുദ്ധി വേണം, അത് സാറിനില്ല. ഓക്കെ, യെസ്. അപ്പോ 3 പോയിന്റ്സ് നമ്മൾ കണ്ടു. 3 പോയിന്റ് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ്? ലാറ്ററൽ ഇൻവേർഷൻ, സെയിം സൈസ്, വിർച്വൽ. ഈ പോയിന്റ് വിടരുത്, വിർച്വൽ കേട്ടോ. അപ്പോൾ ഈ മെയിൻ ആയിട്ടുള്ള പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാതെ ലാറ്ററൽ ഇൻവേർഷൻ, സൈസ് സെയിം സൈസ് എന്ന് എഴുതി വെക്കാം, സെയിം സൈസ്. ഓക്കെ, ദെൻ വിർച്വൽ. 3 പോയിന്റ്സ് കേട്ടോ. ലാറ്ററൽ ഇൻവേർഷൻ, സെയിം സൈസ് ആൻഡ് വിർച്വൽ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ 3 പോയിന്റ്സ് ഉള്ളൂ, കഴിഞ്ഞു എന്ന്. കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ഇവിടെ നമുക്ക് കുറേ പോയിന്റ്സ് തരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക നമ്മുടെ പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ എനി 3 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് കുറേ അറിയാമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാലോ. ഓക്കെ, അപ്പൊ 3 എണ്ണം പോരാ, നമുക്ക് ഇനിയും പഠിക്കാം, ബാക്കിയും പഠിക്കാം. എന്താ അദ്വൈതേ, എന്തു പറ്റി വിളിച്ചേ സാർ അദ്വൈതിന്? My drawing looks like tree. ഏത്? ഇതോ ഇതിലേതാണ്? both of them. ട്രീ പോലെ ഇരിക്കും. ഞാൻ ട്രീയാ ഉദ്ദേശിച്ചത് കേട്ടോ. കറക്റ്റ് ആയിട്ട് അവന് കണക്ട് ആയി. ഇത് ട്രീ ആണ് കേട്ടോ, ഇത് ട്രീ ആണ്. ഓക്കെ, എനിവേസ് ഫൗസാന് എന്ത് പറയാനുണ്ട്? എടാ എന്റെ ഡ്രോയിങ്സിനെ കമന്റ് ചെയ്യാനാണെങ്കിൽ പറഞ്ഞു. ഇതാണോ എങ്ങനെയാണ് വിർച്വലായി എന്നാണോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 2 ടൈപ്പ് ഇമേജ് ഉണ്ട്. ഒന്ന് റിയൽ, 2 വിർച്വൽ. ഓക്കെ, ഇപ്പം നമ്മൾ മിററിൻ്റെയും നമ്മൾ ഒബ്ജക്റ്റിൻ്റെയും ഇടയിൽ ഒരു സ്ക്രീൻ വെച്ചു. സാധാരണ സ്ക്രീനില്ലേ, സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പം എന്താ, നമ്മൾ പ്രൊജക്ടറൊക്കെ കണ്ടിട്ടില്ലേ, പ്രൊജക്ടറൊക്കെ വർക്ക് ചെയ്യുന്ന സ്ക്രീൻ കണ്ടിട്ടുണ്ടോ? അതുപോലൊരു സ്ക്രീൻ നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് വെച്ചു. അപ്പോൾ ആ സ്ക്രീനിൽ ആ സെയിം ഇമേജ് കാണുന്നുണ്ട്. നമ്മൾ മിററിൽ കാണുന്ന സെയിം ഇമേജ് സ്ക്രീനിലും കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്. പക്ഷെ സ്ക്രീനിൽ വന്നില്ല, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? വിർച്വൽ ഇമേജ് ആണ്. പക്ഷെ നമ്മൾ നോർമലി കാണുന്ന മിററിൽ കാണുന്ന ഇമേജ് ഇല്ലേ, അത് സ്ക്രീനിൽ വരൂല. അപ്പൊ അതെന്ത് ഇമേജ് ആണ്? വിർച്വൽ ഇമേജ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും സെറ്റ് ആയില്ലേ? അത് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷേക്കിംഗ് തംസ് കാണിച്ചേ. ഷേക്കിംഗ് തംസ്, ഷേക്ക്. ഇങ്ങനെയല്ല, ഇങ്ങനെ. ഓക്കെ, അനിക ഓക്കെ അല്ലേ? അവിടെ നിന്ന് ഒരു എക്സ്പ്രഷനും ഇല്ലല്ലോ. ഓക്കെ, രാഹുൽ അതെ അല്ലേ, എക്സ്പ്രഷൻ ഇല്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അടുത്തൊരു പോയിന്റ് നോക്കാം. In a plane mirror, the distance between the object and the mirror is equal to the distance between the image and the mirror. So then where can we see the real image? നമുക്ക് റിയൽ ഇമേജ് കാണണമെങ്കിൽ we must use a concave mirror. കോൺകേവ് മിറർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിയൽ ഇമേജ് കിട്ടും. കോൺവെക്സ് മിററിലും കിട്ടില്ല, പ്ലെയിൻ മിററിലും കിട്ടില്ല. കോൺകേവ് മിറർ ആണെങ്കിൽ റിയൽ ഇമേജ് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഒരു പ്ലെയിൻ മിററിനകത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ. എത്ര പേർക്ക് അത് പിടികിട്ടി? സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായെങ്കിൽ ഒന്ന് തംസ് അല്ലെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തേ. എൻ്റെ കയ്യിലുണ്ട്. അത് കൊള്ളാല്ലേ? എന്നോട് ആരോ പറഞ്ഞു ബ്ലാക്ക് ബിന്ദി അല്ലേ ഇത് ഇടാനായിട്ട്. ആരോ പറഞ്ഞു? ജസ്ലിൻ പറഞ്ഞു. ഞാൻ കറക്റ്റായിട്ട് ഞാൻ തൊട്ട് നിനക്ക് വേണ്ടി. ഓക്കെ, ആരാണ്?
മനസ്സിലായോ? എടാ ഈ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേടാ. എവിടെ കുറച്ച് പേരുണ്ട് സാർ, റൈസ് ഹാൻഡ് നോക്ക് സാർ. സാറിനെ നമ്മൾക്ക് പുറത്താക്കിയാലാ? സാർ കുറച്ച് ഉഴപ്പാണ് ഇപ്പം. സാറിന് എക്സാം ഒക്കെ ആയിരുന്നേ, അപ്പോൾ സാർ അതിൻ്റെ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഐ ഗെസ് സോ. ആ ഉണ്ടല്ലേ, എന്നാ വഴി പോക്കോ. അടുത്ത വിളിച്ചോ. ആരാണ് വരുന്നത്? ആ ബിലാൽ. ഓക്കെ, ആ ഫസ്റ്റ് പോയിന്റ് ഒന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേട്ടാ. നമ്മൾ പ്ലെയിൻ മിററിൽ ബുക്ക് ഔട്ട് ഉണ്ട്, പക്ഷെ കാണുന്നില്ല. എടാ നിനക്ക് ഇങ്ങനെ ഫുൾ ടൈം പൊക്കി വെച്ചോണ്ടിരിക്കാൻ പറ്റും? പറ്റില്ലല്ലോ. അപ്പൊ ബുക്ക് കാണുന്ന രീതിക്ക് അറേഞ്ച് ചെയ്യും. പൊക്കി വെക്കണം. അപ്പൊ എടാ നീ ക്യാമറ ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചേ, അപ്പൊ കാണാൻ പറ്റും. ആ ഓക്കെ, സെറ്റ്. അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി പറഞ്ഞോ, ഫസ്റ്റ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തോ. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കണമെങ്കിൽ ആ ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ കൂടെ പറഞ്ഞുതരാം. എൻ്റെ മുന്നിലൊരു മിറർ ഉണ്ട്. നമ്മുടെ എല്ലാവരും മുന്നിൽ ഒരു മിറർ ഉണ്ട്. ഓക്കെ, ഞാൻ ആ മിററിൽ നിന്ന് ഒരു 10 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. മിററിൽ നിന്ന് ഒരു 10 മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ബാക്കിലായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, എനിക്ക് എൻ്റെ ഇമേജ് കാണാൻ പറ്റില്ലേ? മിററിൽ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. യെസ്, എനിക്ക് എൻ്റെ ഇമേജ് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ആ ഇമേജ് കാണുന്നത് കറക്റ്റ് ആ മിററിൻ്റെ സർഫസിലാണെന്ന്. കറക്റ്റ് ആ സർഫസിലാണ് ഇമേജ് കാണുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, മിററിൻ്റെ ബാക്കിലാണ് ശരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മിററെങ്കിൽ ആ സർഫസിലല്ല, അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഉള്ളിൽ എത്ര ഡിസ്റ്റൻസിലാണെന്ന് അറിയോ? ഞാൻ 10 മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മിററിൽ നിന്ന് 10 മീറ്റേഴ്സ് ബാക്കിലായിരിക്കും ആ ഇമേജ് ഫോം ചെയ്യുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ മാത്രം ഒന്ന് പവർ കാണിച്ചേ. പറഞ്ഞ കാര്യം സെറ്റ് ആണെങ്കിൽ മാത്രം പവർ. ഓ റഷ്ദാനേ, അതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തതാടാ. ഓക്കെ, സെറ്റ് ആണ്. ഒരാളെ വിളിച്ചോ സാർ. ആ റഷ്ദാൻ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ലൈക്ക് ഒരു 20 മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഓക്കെ, യു ക്യാൻ സീ യുവർ ഇമേജ്. നല്ല ഇമേജ്. ഓക്കെ, ആ ഇമേജ് മിററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലായിരിക്കും? 20 മീറ്റേഴ്സ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മൾ എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണോ മിററിൽ നിന്നുള്ളത്, അത്രയും മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും ആ മിററിൽ നിന്ന് ഒബ്ജക്റ്റും. ഓക്കെ, അതാണ് ഈ സെന്റൻസിന്റെ മീനിങ് കേട്ടോ. ഇൻ എ പ്ലെയിൻ മിറർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് മിറർ. ഇതാണ് മിററെങ്കിൽ ഇത് ഒബ്ജക്റ്റ് ആണ്. ഈ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും നമ്മുടെ ഇമേജും മിററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്. വേണമെങ്കിൽ വരച്ചു വെച്ചോ, അപ്പോൾ കുറച്ചുകൂടെ പിന്നെടുത്ത് നോക്കുമ്പോൾ അത് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് 5 മീറ്റർ ആണെങ്കിൽ ദിസ് വിൽ ബി ഓൾസോ 5 മീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത പോയിന്റ് പറയാലോ. ഇനിയുണ്ടോ പോയിന്റ്? കഴിഞ്ഞില്ല, ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഓക്കെ, യെസ്. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒറിജിനൽ എന്നെ കാണിച്ചു തരാം കേട്ടോ അടുത്തതിൽ. ഓക്കെ കുറച്ചേരി കണ്ടു തോന്നണം. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് സിമ്പിൾ ആണ്. ദ ഇമേജ് ഈസ് ഇറക്റ്റ്. ഇമേജ് എപ്പോഴും നിവർന്ന് നിൽക്കേ ഉള്ളൂ, തലകുത്തിയൊന്നും നിൽക്കില്ല. നമ്മൾ തലകുത്തി നിന്നാൽ ചിലപ്പോൾ നമ്മുടെ ഇമേജും തലകുത്തിക്കും. പക്ഷേ നമ്മൾ നേരെ നിൽക്കുകയാണെങ്കിൽ ദ ഇമേജ് വിൽ ബി ഓൾസോ ഇറക്റ്റ്. നേരെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ് എഴുതാം, ഇറക്റ്റ്. ഇത് വേണമെങ്കിൽ മനസ്സിലാവാനായിട്ടേ സെയിം ഡിസ്റ്റൻസ് എന്ന് വല്ലതും എഴുതി വെച്ചോ. സെയിം ഡിസ്റ്റൻസ്. ഓരോ പോയിന്റിനും നമുക്കൊരു കോഡ് കൊടുക്കാം. അപ്പോൾ ലാറ്ററൽ ഇൻവേർഷൻ, സെയിം സൈസ്, പിന്നെ എന്തായിരുന്നു വിർച്വൽ, പിന്നെ സെയിം ഡിസ്റ്റൻസ്, ഇറക്റ്റ്. 5 പോയിന്റ്സ് ആയി. ഈ 5 പോയിന്റ്സും സെറ്റ് ആണ്, ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്നുകൂടെ തംസ് വിട്ടൊരു കളിയില്ല. നമുക്ക് കുറച്ച് പവറിന് കുറച്ച് വിശ്രമം കൊടുക്കണ്ടേ, അല്ലെ? റെസ്റ്റ് കൊടുക്കണ്ടേ, അല്ലേ? പവർ എപ്പോഴും പവർ ആകുമ്പോൾ നമ്മുടെ പവർ പോയാലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ 5 പോയിന്റ്സ് സെറ്റ് ആണെങ്കിൽ ഓൾ സ്റ്റാൻഡ് അപ്പ്. അതെങ്ങനെയുണ്ട്? ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓൾ സ്റ്റാൻഡ് അപ്പ് മീൻസ് ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, ഞാൻ ഓരോരുത്തരെ വിളിക്കണ്ടെന്നുണ്ടെങ്കിൽ ഓൾ സ്റ്റാൻഡ് അപ്പ്. ഐഷ, മിൻഹ, ആലിയ, വേഗം എഴുന്നേക്കട്ടാ. ഇനി ഞാൻ ഓരോരുത്തരുടെ പേര് വെച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഇമ്പോസിഷൻ തരുവേ. വേഗം എഴുന്നേക്കാം. നവമി, ആ എഴുന്നേറ്റ് നിന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് കുറച്ച് വെറൈറ്റി വേണമല്ലോ. ഇന്ന് നമുക്ക് എന്ത് വേണം? സൈക്കിൾ ഓടിക്കണോ, കാർ ഓടിക്കണോ? കാർ വേണോ, സൈക്കിൾ വേണോ?
ഇല്ല ഇല്ല, നമ്മൾ നിന്ന് കാർ ഓടിക്കും. നോക്കിക്കോ, സൈക്കിള് വേണോ? എന്നാൽ സൈക്കിൾ ഓടിക്കാം. സൈക്കിൾ പിടിച്ചോടാ, ഹാൻഡിൽ ബാർ പിടിച്ചോ. ഹാൻഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ചിങ്ക ചിങ്ക. എവിടെയാ പോണേന്ന് പോയിന്റ്സ് കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. യെസ്, ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. അതിനാണ് ഞാൻ എന്നെ തന്നെ കൊണ്ടുവന്നത്. ഞാൻ എന്നെ ഒന്ന് AI ആക്കാൻ പറഞ്ഞപ്പോൾ AI തന്ന ഇമേജ് ആണ്. ഡിറ്റോ പോലെ ഉണ്ടല്ലേ, കറക്റ്റ് എക്സാക്ട്ലി ദ സെയിം. ഓക്കെ, യെസ്. ഇറക്റ്റ് നമ്മൾ ഓൾറെഡി എഴുതിയല്ലേ, അത് വേണ്ട, വെട്ടിക്കളയാം. ഓക്കെ, യെസ്. ഇനി പ്ലേ. ഇത് സെയിം പോയിന്റ് ആണല്ലോ, അപ്പം അത് വേണ്ട കേട്ടോ, ഞാൻ എന്നെ കാണിച്ചതാ. അത് മതി, അത് മതി. ഒന്നും പറയണില്ല ഞാൻ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് 5 പോയിന്റ്സ് ഉള്ളൂ. 5 പോയിന്റ്സ് ഉള്ളൂ. ഈ 5 പോയിന്റ്സ് ഞാൻ ഇപ്പം തന്നെ ചോദിക്കും. ഒരു 1 മിനിറ്റ് ടൈം. 1 മിനിറ്റ് ടൈമിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. സെയിം സൈസ്, ലാറ്ററൽ ഇൻവേർഷൻ, വിർച്വൽ, ഇറക്റ്റ്, സെയിം ഡിസ്റ്റൻസ്. ഇങ്ങനെ പറഞ്ഞാൽ മതി, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനൊക്കെ നമ്മൾ എക്സാമിന്റെ സമയമാകുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പം എനിക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയാൽ മതി. എല്ലാവരും വേഗം പഠിക്കാം. 1 മിനിറ്റ് ടൈം. കഴിയുന്നവർ അപ്പം തന്നെ റേസ് ഹാൻഡ് ചെയ്യാം. മിററിന്റെ ബാക്കിൽ വോൾ ആണെങ്കിൽ മിററിന്റെ ഉള്ളിലേക്ക് കുറേ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന പ്ലെയിൻ മിറർ ഇല്ലേ, ആ മിററിന്റെ ബാക്കിൽ ഈവൻ ജസ്റ്റ് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളെങ്കിലും മിററിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അതിന്റെ ഫീച്ചർ. ഓക്കെ, അങ്ങനെയാണ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും അത് ഭയങ്കര എന്താ പറയുക, ഡീപ്പായിട്ടുള്ളൊരു സംഭവമാണ് അത്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടാണ്, മിസ്സേ അപ്പോൾ അതെങ്ങനെ മിററിൻ്റെ ഉള്ളിലോട്ട് ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുള്ളൂ? ശരിക്കും മിററിൻ്റെ ഉള്ളിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, യെസ്. ഇനിയുണ്ടോ ആരെങ്കിലും വരാം? ആരെ? എൻ്റെ അഡ്രസ്സോ? ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണ്. എന്നാലും നിങ്ങൾ ചോദിച്ചതിലേക്ക് ഞാൻ പറയാം, പതിയെ പറയാം. ഓക്കെ, അടുത്ത വിളിച്ചോ. വിളിച്ചോ. മിണ്ണ 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 മിണ്ണങ്ങി. Yes. Okay, പറഞ്ഞോ 5 points. It's virtual, erect, പിന്നെ same as size, same as distance, പിന്നെ mirror connects in the screen. Okay, ഇറക്റ്റ് പറഞ്ഞു, വിർച്വൽ പറഞ്ഞു, ലാറ്ററൽ ഇൻവേർഷൻ പറഞ്ഞു, സെയിം സൈസ്, സെയിം ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, so now we can move to the next topic, which is nothing but എന്തായിരുന്നു? ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ തന്നെ നമുക്ക് 2 ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. 2 ടൈപ്പ് റിഫ്ലക്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റെഗുലർ റിഫ്ലക്ഷൻ. ഹെഡിങ് എഴുതിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ ഹെഡിങ് ഇങ്ങനെ എഴുതിക്കോ, റെഗുലർ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഹെഡിങ് അങ്ങനെ എഴുതിയാൽ മതി, റെഗുലർ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഹെഡിങ് എഴുതിക്കോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റെഗുലർ റിഫ്ലക്ഷൻ. നല്ല ഭംഗിയില്ലേ ബാക്ക്ഗ്രൗണ്ട് ആണ്? ഓക്കെ, റെഗുലർ റിഫ്ലക്ഷൻ നമുക്ക് നോക്കാം. In regular reflection, a parallel beam of incident light is reflected as a parallel beam in one direction. ഒന്നുമില്ല, ഒരു മിററിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിലേക്ക്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലേക്ക് ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ലൈറ്റ് ഇങ്ങനെ വന്ന് ആ സർഫസിൽ ഹിറ്റ് ചെയ്യണം. ആ ലൈറ്റ് എങ്ങനെയാണോ വന്നത്, ചിലപ്പോൾ കുറേ ലൈറ്റ് ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു 3-4 ലൈറ്റ് ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. അവർ ആ മിററിൽ ഹിറ്റ് ചെയ്ത് അതുപോലെ തന്നെ സെയിം ഡിറക്ഷനിൽ പാരലൽ ആയിട്ട് പോകും. അവരെല്ലാവരും ഒരേ ഡിറക്ഷനിൽ പാരലൽ ആയിട്ട് പോകും. അങ്ങനെയുള്ള റിഫ്ലക്ഷനാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഐ വിൽ ഷോ ദ ഇമേജ്. കണ്ടോ, ഒരു എന്താ പറയുക, ഒരു 4 ബീം ഓഫ് ലൈറ്റ്സ് ഉണ്ട് ഇവിടെ. 4 ബീം ഓഫ് ലൈറ്റ്സ് ഉണ്ട്. അവരിങ്ങനെ ഒരു സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ആ 4 പേരും സെയിം ഒരേപോലെ പാരലൽ ആയിട്ട് പോയി. സെയിം ഡിറക്ഷനിലോട്ടാണ് പോയത് അവർ, അല്ലേ? ഒരേ ഡിറക്ഷനിലോട്ട് അവർ പാരലൽ ആയിട്ട് പോയി. സോ ഇങ്ങനെയുള്ള റിഫ്ലക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇത് സംഭവിക്കണമെങ്കിൽ ആ സർഫസ് എന്തായിരിക്കണം എന്നറിയോ? സ്മൂത്ത് സർഫസ് ആയിരിക്കണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ മാത്രമേ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. സ്മൂത്ത് സർഫസിന് എക്സാമ്പിൾ ഏതാണ്? മിറർ. മിറർ ഒരു സ്മൂത്ത് സർഫസ് ആണ്. ഗ്ലാസ് ഒരു സ്മൂത്ത് സർഫസ് ആണ്. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ സർഫസ് ഇതൊരു ഗ്ലാസ് ആണ്. ഇതൊരു സ്മൂത്ത് സർഫസ് ആണ്. അപ്പോൾ സ്മൂത്ത് സർഫസിലാണെങ്കിൽ അത് റെഗുലർ റിഫ്ലക്ഷൻ കാണിക്കും. വേറെ ഒന്നുമില്ല, കുറച്ച് പാരലൽ ആയിട്ട് വരുന്ന ബീംസ് സെയിം ഡിറക്ഷനിൽ പാരലൽ ആയിട്ട് പോകും. ഓക്കെ, ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ.
നമുക്ക് ഇമേജ് കാണണമെന്നുണ്ടെങ്കിലും അതെന്തായിരിക്കണം? റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കണം. നമ്മൾ നമ്മുടെ ഇമേജ് മിററിൽ കാണുമ്പോഴും അതെന്ത് തന്നെയാണ്? റെഗുലർ റിഫ്ലക്ഷൻ ആണ്. സെറ്റ് ആണ് ഓക്കെ ആണെങ്കിൽ ഡബിൾ തം. റെഗുലർ റിഫ്ലക്ഷൻ സെറ്റ് ആണ് ഓക്കെ ആണെങ്കിൽ ഡബിൾ തം. വേറെ ഒന്നുമില്ല, ബീം ഓഫ് ലൈറ്റ്സ് സെയിം ഡയറക്ഷനിൽ പാരലൽ ആയിട്ട് പോകും. അത് ഞാൻ ഇനി ഒരു വീഡിയോ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകും. അതിന് മുമ്പ് ഈ സെൻറ്റൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. എന്ത് പറ്റി സാർ? എന്താ വിഷമം? സാറിന് വയ്യ കേട്ടോ, സാറിന് വയ്യ. പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. ഇപ്പം എത്രയാണ്? 30+ അല്ലേ? 30+ൻ്റെതായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ക്ലാസ് ശ്രദ്ധിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുക. സാറിന് അധികം ബുദ്ധിമുട്ടിക്കരുത്. പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ഈവൻ ഞാൻ കൊടുക്കുന്നുണ്ട് ആ റെസ്പെക്റ്റ്. ഓക്കെ, ജസ്റ്റ് മൈൻഡ് ഇറ്റ്. ഞാൻ അവരങ്ങനെ ശ്രദ്ധിച്ചോളും സാർ, കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് വേവ് ചെയ്തേടാ. എഴുതി കഴിഞ്ഞെങ്കിൽ ഐഷ വീഡിയോ ഓഫ് ചെയ്താ. അനൈ സെറ്റ് അല്ലേടാ? സെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കാണാം. പറ്റിച്ചേ. ഓക്കെ, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ കൂടി ഒന്ന് എഴുതാം. ഇവിടെ വേറെ ഒന്നുമില്ല, കുറച്ച് ബീം ഓഫ് ലൈറ്റ്സ് ഇങ്ങനെ വരും, പാരലൽ ആയിട്ട് വരും. പക്ഷെ അവർ തിരിച്ചു പോകുന്നത്, റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് പല ഡയറക്ഷനിലായിരിക്കും. അവർ പാരലൽ ആയിട്ടൊന്നും പോവില്ല, ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്കായിരിക്കും അവർ സ്കാറ്റർ ചെയ്തായിരിക്കും അവർ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഏത് സർഫസിൽ വരുമ്പോഴായിരിക്കും അവർ സ്കാറ്റർ ചെയ്യുന്നതെന്ന് അറിയോ? അവർ റഫ് സർഫസിൽ വരുമ്പോഴായിരിക്കും സ്കാറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വുഡില്ലേ, നോർമൽ വുഡൊക്കെ ഒരു റഫ് സർഫസ് ആണ്. അങ്ങനത്തെ സർഫസിലൊക്കെ അവർ സ്കാറ്റർ ചെയ്ത് പോവുള്ളൂ, വേറെ ഡയറക്ഷനിലോട്ട് പോവുള്ളൂ. സ്മൂത്ത് സർഫസിൽ റെഗുലർ റിഫ്ലക്ഷൻ, റഫ് സർഫസിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഒരാൾ വിളിച്ചേ സർ. അനൈ തന്നെ വരട്ടെ. അനൈ കം ഹിയർ. അനൈ കേൾക്കുന്നുണ്ട്. അനൈ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ? നിനക്ക് മനസ്സിലായത് പറ. അൺമ്യൂട്ട്. അനൈ കേൾക്കുന്നുണ്ടോ? നോ റെസ്പോൺസ്. അനൈ ഞാനൊന്നുകൂടെ വിളിക്കാം കേട്ടോ. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? ഉണ്ട്. ഓക്കെ, യെസ്. ജോർജിനെ വിളിച്ചു. ഞാൻ എന്തിന് ടാറ്റ കാണിച്ചു? യെസ്, ഓക്കെ. ഡിഫറൻസ് ഒന്ന് പറഞ്ഞേടാ, റെഗുലറും ഡിഫ്യൂസ്ഡും തമ്മിലുള്ള ഡിഫറൻസ് നിനക്ക് മനസ്സിലായത് പറഞ്ഞാൽ മതി. ഒന്ന് പാരലൽ ആയിട്ടാ പോകുന്നത്, മറ്റേത് ഡിഫറെന്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. ഒന്ന് ഏത് സർഫസ് ആയിരിക്കും? ഒന്ന് റഫ്. ഓക്കെ, വെരി ഗുഡ്, മിടുക. അത്രേ ഉള്ളൂ സംഭവം, അത്രേ ഉള്ളൂ. റെഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിൽ ആ റേസ് തിരിച്ചു പോകുന്നത് പാരലൽ ആയിട്ട് സെയിം ഡയറക്ഷനിലായിരിക്കും, സ്മൂത്ത് സർഫസ്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണെങ്കിൽ റേസ് വന്ന് ഡിഫറെന്റ് ഡിറക്ഷൻസിലോട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും, റഫ് സർഫസ്. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ ക്ലാപ്പ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എവിടെ ക്ലാപ്പ്? പവർ വേണം ക്ലാപ്പിന്, പവർ ക്ലാപ്പ്. ഓക്കെ, പവർ ഉണ്ട്. അദ്വൈതിനെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് അവന് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു കയ്യിൽ എഴുതും ക്ലാപ്പ് ചെയ്യും ഒരുമിച്ചാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഫിഗേഴ്സ് ഒന്ന് വരച്ചു വെച്ചേക്ക്, അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. പിന്നെ എടുത്ത് പഠിക്കുമ്പോൾ ഫിഗേഴ്സ് ഒന്ന് വരച്ചു വെച്ചേക്ക് കേട്ടോ. തൻവി, ആര് ഇത്? തൻവി എന്താ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലാന്ന്. ഇല്ല, ഒന്ന് വിളിച്ചു തൻവിനെ, ഒന്ന് വിളിച്ചു. Can you tell me the difference between regular and diffuse reflection? Regular reflection is a smooth surface. It has smooth surface. എങ്ങനെയായിരിക്കും റിഫ്ലക്ഷൻ? അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും റെഗുലറിൽ? സെയിം ഡയറക്ഷൻ ആണോ ഡിഫറെന്റ് ഡയറക്ഷൻ ആണോ? Same direction. ഓക്കെ, റിഫ്ലക്ട് ചെയ്തു. സ്മൂത്ത് സർഫസ്. ഡിഫ്യൂസ്ഡ് ആവുമ്പോൾ Diffused, it has rough surface and different ഡയറക്ഷൻസിലേക്ക് അത് റിഫ്ലക്ട് ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ വേണം കേട്ടോ. ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ട് ഞാൻ ഇനി പിടിക്കും.
ഓക്കെ യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ റെഗുലറും ഡിഫ്യൂസ്ഡും കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് അതിന് ചെറിയ ബ്രേക്ക് പോകാൻ പോവുകയാണ്. ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ റെഗുലർ ആകുമ്പോൾ എങ്ങനെയാണ്, സെയിം ഡയറക്ഷനിൽ പാരലൽ ആയിട്ട് പോകും, സ്മൂത്ത് സർഫസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇമേജ് ഒക്കെ ഫോം ചെയ്യുള്ളൂ, നമുക്ക് നമ്മുടെ ഇമേജ് ഒക്കെ ഫോം ചെയ്യുള്ളൂ. ഡിഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡിറക്ഷൻസിലേക്കായിരിക്കും അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്, ആൻഡ് അത് റഫ് സർഫസ് ആയിരിക്കും. ഇപ്പൊ എത്തണുള്ളൂ തമ്പുരാട്ടി. എത്ര പ്രാവശ്യം ഇമ്പോസിഷൻ മാറി? 25. യെസ്. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ നമുക്കൊന്ന് നോക്കാം, കാണാം. ഓക്കെ, നോക്കിക്കോളൂ. കണ്ട, ലൈറ്റ് വരുന്നു, സ്മൂത്ത് ആയിട്ട് കണ്ട അതേപോലെ തന്നെ പാരലൽ ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. സ്മൂത്ത് സർഫസ് ആയിരുന്നു. ദിസ് ഈസ് വാട്ട് വി കോൾ റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ നമുക്ക് ലൈറ്റ് വന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് കാണാനും പറ്റുന്നുണ്ട്. കണ്ട, മിററിൽ വന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് കാണുന്നില്ലേ? കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് കാണിച്ച്. കാണുന്നുണ്ട്. കണ്ടോ, ഇത്രയും സിമ്പിളാണ് റെഗുലർ റിഫ്ലക്ഷൻ. പക്ഷേ നമുക്ക് ഇത് റെഗുലർ തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കാം, ഇതാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഇവിടെ നമുക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ടോ? ഇവിടെ ഒരു സ്മൂത്ത് സർഫസ് ആണോ? അല്ല, റഫ് സർഫസ് ആണ്. ഒരു വുഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അതൊരു റഫ് സർഫസ് ആണ്. അവിടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് എന്താണ്, കണ്ടോ, ഡിഫറെന്റ് ഡിറക്ഷൻസിലോട്ടാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ റിഫ്ലക്ഷൻ കാണാൻ പോലും പറ്റാത്തത്. ഓക്കെ, അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സെയിം ഡിറക്ഷൻ, സ്മൂത്ത് സർഫസ്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണെങ്കിൽ ഡിഫറെന്റ് ഡിറക്ഷൻ, റഫ് സർഫസ്. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പവർ. സ്മൂത്തും റെഗുലറിലും ഇത്രയും കാര്യം സെറ്റാണ്, സൂപ്പറാണ്. എപ്പോൾ ചോദിച്ചാലും പറയും സെറ്റാണ്. ഓക്കെ, യെസ്. പയസിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് പ്രോപ്പർ ആക്കാൻ പറഞ്ഞു സർ. വേഗം പ്രോപ്പർ ആക്കട്ടോ പയസ്. ഹായ് ആരോ. ഓക്കെ, ഹായ്. റെഗുലർ റിഫ്ലക്ഷൻ കാണിച്ചു കൊടുക്കാനാണോ? എന്താ നിനക്ക് കാണണ്ടേ? എഴുതിയില്ലേ? നന്നായി. ഞാനേ നീ ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുക്കാൻ സമയം തരാം. പോയി കളയരുത്. ഓക്കെ, സെബട മോഗുരിക്കണോക്കി പൊക്കാറിയോല കരഞ്ഞു കേട്ടോ. 77 വേണ്ട, ഒരു 78 തന്നെ മതി. ഓക്കെ, അടുത്ത ടോപ്പിക് ഇതാണ്. റിഫ്ലക്റ്റഡ് ലൈറ്റ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് അഗെയിൻ. വീണ്ടും വീണ്ടും ലൈറ്റ് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നിൽ കൂടുതൽ മിറേഴ്സ്. ഓക്കെ, ഒരു മിറർ മാത്രമല്ല, 2 3 അങ്ങനെ കൂടുതൽ മിറേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ലൈറ്റ് വീണ്ടും 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 ഓരോ മിറേഴ്സിലും തട്ടി 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 വീണ്ടും വീണ്ടും റിഫ്ലക്ട് ചെയ്യും. ആൻഡ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഹെഡിങ് എഴുതാം കേട്ടോ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഇതിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, നല്ല എൻഗേജിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടും സത്യം. ഓക്കെ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഹെഡിങ് കൊടുക്കുക. സാർ ഒരാൾ വേണമല്ലോ. സാർ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരാണ്? അർച്ചന. അതാണ് റൈറ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡ്. രണ്ടിത് ഇങ്ങോട്ട് നോക്കിയത് ലൈവ് ക്ലാസ് അല്ലേ ഇത്? അല്ല, ഇത് ബാക്ക് അടിച്ച് നോക്കിയാണോ നീ? പിന്നെ ഓക്കെ 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 ഓക്കെ. Okay, Archana, can you read the definition for me? Multiple reflections can be obtained by placing more than one mirrors at certain angles to each other. Okay, very good. Multiple reflection can be obtained by placing more than one mirror at a certain angles to each other. നമ്മൾ ഒരു 2 മിറർ അല്ലെങ്കിൽ 3 മിറേഴ്സ് ഒക്കെ എടുത്തിട്ട് അവരെ ഒരു certain ആംഗിളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അതായത് മൾട്ടിപ്പിൾ ഇമേജ് ഫോം ചെയ്യും. അവിടെ 2 3 4 അങ്ങനെ കുറേ ഇമേജസ് ഫോം ചെയ്യും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു മിറർ കൊണ്ട് മാത്രമായില്ല കേട്ടോ, ഒരു മിറർ മാത്രം പോരാ, ഒരു 2 എണ്ണോ അല്ലെങ്കിൽ 3 എണ്ണോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, certain ആംഗിൾസിൽ അവരെ അറേഞ്ച് ചെയ്യാം. രണ്ടുപേരും തമ്മിൽ ഒരു certain ആംഗിളിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 3 ഇമേജസിനെ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 2 3 റിഫ്ലക്ഷൻസ് അവിടെ സംഭവിക്കും. ദിസ് ഈസ് വാട്ട് വി കോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അപ്പോൾ അവിടെ ഒരു മിറർ മതിയോ? ഒരൊറ്റ മിറർ മതിയോ? നോ അല്ലേ? നോ നോ നോ. അറ്റ്ലീസ്റ്റ് 2 മിറർ എങ്കിലും ഉണ്ടെങ്കിലേ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ,
അപ്പോൾ ഡെഫിനിഷൻ എഴുതാം. Multiple reflections can be obtained by placing more than one mirrors at certain angles to each other. ശ്രേയസ്, ശ്രേയസെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ എത്ര ഇമേജ് എങ്കിലും വേണം, സോറി എത്ര മിറർ എങ്കിലും വേണം? 2 മിറർ എങ്കിലും അറ്റ്ലീസ്റ്റ് വേണമല്ലോ. 2 കൂടുതലായ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ 2 മിറർ എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. ഒരു മിറർ മാത്രം ഉള്ളെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ മോർ ദാൻ 1 മിററിനെ നമ്മൾ ഒരു സർട്ടൻ ആംഗിളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് അത് റിഫ്ലക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ദിസ് ഈസ് വാട്ട് വി കോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. സെറ്റ് ആണെങ്കിൽ, ഡെഫിനിഷൻ സെറ്റ് ആണെങ്കിൽ തംസ്, ഡെഫിനിഷൻ സെറ്റ് ആണെങ്കിൽ മാത്രം തംസ് കേട്ടോ. നമ്മൾ ഇനി പഠനമാണ് കേട്ടോ ഫുള്ള്. ഓക്കെ, നമ്മളൊക്കെ പഠിപ്പികളാണ് ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തരും. ഞാനും ഇതിനെ കൂട്ടണോ? സാറും നമ്മളെല്ലാവരും പഠിപ്പികളാണ്. നമ്മളൊക്കെ സൂപ്പർ ഹീറോസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ അർത്ഥം ഞാൻ ഉദ്ദേശിച്ചത് ഇനി ടാസ്ക് ഒന്നുമില്ല, നമ്മൾ ഫുള്ള് പഠിപ്പാണ്. ഓക്കെ, കുറേ പേരുടെ വായൊക്കെ പൊളിഞ്ഞല്ല. എക്സാം കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വക കുറച്ച് കലാപരിപാടികളുണ്ട്, പാട്ട്, ഡാൻസ് എല്ലാം വേണമെങ്കിൽ എല്ലാം സെറ്റ് ചെയ്യാം. എക്സാം കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എയർലൈൻ ആലോചിക്കണേ. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, ക്ലാസ്സിൽ എടുത്താൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കൂല, പിന്നെയാണ് എക്സാം കഴിഞ്ഞിട്ടെന്ന്. അങ്ങനെയല്ല, നീ ഇവിടെ നിൽക്കണം. ഓക്കെ, യെസ്. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കണ്ടാ ഹൻഷലെ അവിടെയാണോ നോക്കുന്നത്? ഇവിടെയാണ് ഞാൻ. ഐ ആം ഹിയർ, റൈറ്റ് ഹിയർ. ലുക്ക് അറ്റ് മീ, ലുക്ക് അറ്റ് മീ. ഓക്കെ, യെസ്. ദേടാ സെബക്ക് 78 ടൈംസ് ആണ് പൊസിഷൻ കൊടുത്തത്. അതുപോലെ നിനക്ക് കിട്ടും ഇമ്പോസിഷൻ. ഈ ചാർലി ചാപ്ലിൻ എന്താ കാണിക്കണേ? ഒരാൾ വിളിച്ചേ. എയർലൈൻ. നമ്മളിങ്ങനെ എയർലൈനിൽ വിളിക്കണേൽ നിനക്ക് വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാന്ന്. നിനക്ക് അതന്നെ, നമ്മുടെ ഹാപ്പി, നമ്മള് തമ്മിലൂടെ കണക്ഷൻ കാരണം വിളിക്കുന്നതല്ലേ. ഓക്കെ, സെബൻ എന്തൊക്കെയാ വിളിക്കുന്നല്ലേ നമ്മള്, അതിന്റെ മുഖിരിക്കുന്ന നോക്കിയേ. ഓക്കെ, അപ്പൊ പറഞ്ഞോ, ഇവിടെ ചാർലി ചാപ്ലിന്റെ എത്ര ഇമേജ് ഫോം ചെയ്ത്? എണ്ണിപ്പറ, വേഗം പറഞ്ഞോ. ഏഴെണ്ണോ? 7 പോരാ. അവിടെ ബാക്കിലൊക്കെ ഉണ്ട്, കണ്ട കുറേ ബാക്കിലുണ്ട്. ഓക്കെ, അവിടെ കുറേ മിറേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കുറേ ഇമേജസ് ഫോം ചെയ്തു. ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ മിറേഴ്സ് തമ്മിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ട് കുറേ ഇമേജസ് ഫോം ചെയ്തു. ഇത് തന്നെയാണ് എന്ത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സിനിമയിലാണ്. ഓക്കെ, സമ്മതിച്ചു. ആണോ? ലോക സിനിമയിൽ കണ്ടായിരുന്നു. നമ്മുടെ ടോവിനോ തോമസ് വരുമ്പോൾ ആ പോലീസുകാരന് ഇങ്ങനെ കുറേ മിറേഴ്സിൻ്റെ ഇടയിൽ, അയ്യോ അത് ഇട്ടാൽ മതിയായിരുന്നല്ലേ, അത് ഞാൻ ഓർത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മൾട്ടിപ്പിൾ ഇമേജ് സെയിം തന്നെ കേട്ടോ. ഒരാളെ വിളിച്ചു സാർ. ഇമ്മാനുവൽ ലോറൻസ് കേട്ടോ, വ്യത്യാസമുണ്ട്. യെസ്, എടാ ഒന്ന് വായിച്ചേടാ, മൾട്ടിപ്പിൾ ഇമേജ് എന്താണ്? സെയിം തന്നെ. When 2 or more mirrors are placed at an angle to one another, we can see multiple images of an object. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ 2 ഓർ മോർ മിറേഴ്സ്, 2ഓ അതിലധികമോ മിറേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ ഇമേജസ് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പോൾ 2 മിറർ എൻ്റെ അടുത്തുള്ളൂ കേട്ടോ. 2 മിറേഴ്സേ ഉള്ളൂ. ഇത് മിറർ 1, ഇത് മിറർ 2. ഇവർ തമ്മിൽ ഞാനൊരു 30 ഡിഗ്രി ആംഗിളിൽ വെച്ചു. അപ്പോൾ എനിക്കൊരു 5 ഇമേജ് ഫോം ചെയ്തെന്ന് വിചാരിക്കാം. ഇനി ഇവർ തമ്മിൽ ഞാനൊരു 60 ഡിഗ്രി ആംഗിളിൽ വെച്ചു. 2 മിററേ ഉള്ളൂ. അപ്പോഴും 60 ഡിഗ്രിയിൽ വെച്ചപ്പോൾ ചിലപ്പോൾ എനിക്ക് അതിലും കൂടുതൽ കിട്ടും, ഒരു 7 കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് ഈ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ എണ്ണവും മാറും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 2 മിറേഴ്സിന് എടുത്തിട്ട്, അല്ലെങ്കിൽ 2ഓ അതിലധികമോ 2 ഓർ മോർ മിറേഴ്സിന് എടുത്തിട്ട് സെവറൽ ആംഗിൾസിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. 2 മിറേഴ്സ് ഉള്ളെങ്കിലും ആംഗിൾ മാറിക്കഴിഞ്ഞാൽ ഇമേജിൻ്റെ എണ്ണവും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് വേവ് ചെയ്തേ. ബിലാലിൻ്റെ, മുഹമ്മദ് ബിലാൽ അല്ലേ താഴെ ഇരിക്കുന്നത്?
മുഹമ്മദ് ബിലാൽ AS ഇട്ടാ, AS വ്യത്യാസമുണ്ട്. ഓക്കെ, വിസയൊക്കെ മനസ്സിലായി വിസ, പക്ഷെ ഞാൻ എൻ്റെ എനർജി ഇത്രയേ ഉള്ളൂ, എനർജി മൊത്തം പോയി എന്നൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും മൾട്ടിപ്പിൾ ഇമേജും ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഇത് ഞാൻ രണ്ട് മിറേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരാളെ വിളിച്ചു സാർ, വെറുതെ എൻ്റെ കൂടെ കമ്പനിക്ക്. ദേവനാരായൺ. ഓ യെസ്, പവർ. ഹായ്. ഓക്കെ, എടാ ഞാൻ രണ്ട് മിറേഴ്സിന് വെച്ചു, അതിൻ്റെ ഇടയിൽ ഒരു കോയിനും വെച്ചു. പോയാ? ഓക്കെ, 2 മിറേഴ്സ് എടുത്തു, അതിൻ്റെ ഇടയിൽ ഞാനൊരു കോയിൻ വെച്ചു. ഒരു 45 ഡിഗ്രിയിലൊക്കെ ഒരു 8 ഇമേജ്. 30 ഡിഗ്രിയിലാണ് ഏറ്റവും കൂടുതൽ അല്ലേ? 30 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ കുറേ ഉണ്ട്. എത്ര ഉണ്ടത്? എണ്ണാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. എത്ര ഉണ്ടാവും? നിന്റെ ഒരു ഗസ് പറ. 30 ഡിഗ്രിയിൽ വെച്ചപ്പോൾ എത്ര ഇമേജസ് അവിടെ ഉണ്ടായിരുന്നു? ഒരു ഗസ് പറയടാ, ഒരു ഗസ് പറ. നോക്കിയോ, ഇതാണ് 30 ഡിഗ്രി. എത്ര ഉണ്ട് അവിടെ? എത്ര ഉണ്ട് സാർ? പോസ് ചെയ്യാൻ പാടില്ലടാ, പോസ് ചെയ്യാൻ പറ്റില്ലടാ. എത്ര ഉണ്ട്? 2 3 4 5 6 7 8 9 10. 6 to 1 2 3 4 5 6 7 8 9 10 13 ഉണ്ടോ? അങ്ങനെ വരാൻ വഴി. 6+7 എന്നാ നീ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഐ എഗ്രി. ഓക്കെ, എനിവേസ് അപ്പോൾ നമ്മളുടെ ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഫോം ചെയ്യുന്ന ഇമേജസിന്റെ നമ്പർ ഡിഫറെൻ്റ് ആവുന്നുണ്ട്. സോ ആംഗിളും നമ്പറും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? ആംഗിളും നമ്പറും തമ്മിൽ ഇപ്പോൾ നമ്മൾ 2 മിറേഴ്സിനെ ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇത്ര നമ്പേഴ്സ് ഓഫ് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ ആംഗിൾ ആണെങ്കിൽ ഇമേജസിന്റെ എണ്ണം ഡിഫറെൻ്റ് ആവുന്നുണ്ട്. സോ ആംഗിളും ഇമേജസിന്റെ എണ്ണവും തമ്മിൽ എന്തോ കണക്ഷൻ ഇല്ലേ? ഉണ്ടെങ്കിലും തംസ് കാണിച്ചേ. എന്തോ കണക്ഷൻ ഉണ്ട്. ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഇമേജസിൽ എന്തോ മാറ്റം വരുന്നുണ്ട്. സോ നമുക്ക് ആ കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ ആംഗിൾ ഈസ് ക്യൂ, ആംഗിൾ ഇപ്പോൾ ക്യൂ ആണെങ്കിൽ, ക്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 30 ആകാം, 40 ആകാം, 45 ആവാം, 60 ആവാം, 90 ആകാം, എനി നമ്പർ, എനി ആംഗിൾ. ഇപ്പോൾ ആംഗിൾ ക്യൂ ആണെങ്കിൽ ദെൻ ദ നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി, നമ്പർ ഓഫ് ഇമേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് 360/q - 1. മാത്സ് വന്നിട്ടോ, മാത്സ് വന്നു. ഇനി ഞാൻ പോകണം. ബൈ, ഹിബ മിസ്സിനെ വിളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ പൊന്നു സെബേ നീ ഒന്ന് ചിരിക്കി, വിട്ടിക്കാള ഇമ്പോസിഷൻ അല്ലേ, അത് നമുക്ക് എഴുതാം. അതന്നെ, ക്ലാസ് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ കൗണ്ട് കുറച്ച് 1 2 ഒക്കെ കുറച്ച് വരും, കുഴപ്പമില്ല, വിഷമിക്കണ്ട. ഓക്കെ, അപ്പോൾ ആംഗിൾ നമുക്ക് ക്യൂ ആണെങ്കിൽ വി ക്യാൻ ഹാവ് ദ നമ്പർ ഓഫ് ഇമേജസ് വിത്ത് ദ ഇക്വേഷൻ 360/q - 1. ഒരാളെ വിളിച്ചേ സാർ. ബിലാൽ. ബല്ല ബല്ല ബല്ല. അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ നീ? ഹാപ്പി അല്ലേ നീ ബിലാലെ? എന്തൊരു ഉഷാറില്ലാത്തത്. നിന്റെ ഉഷാർ കുറയുന്നതിനനുസരിച്ച് എൻ്റെ ഉഷാർ പോകുന്നു. ജസ്ലിന് എത്രയും പൊസിഷൻ കൊടുക്കണം? എൻ്റെ ചളി എന്ന് പറഞ്ഞല്ലേ, എത്രയും പൊസിഷൻ കൊടുക്കണം നമുക്ക്? നീയല്ല, നോ. അപ്പോൾ ആംഗിൾ ഇപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഇക്വേഷനിൽ ഇട്ട് ചെയ്യേണ്ടത്? 360/30 -1. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ, സൂപ്പർ. അടുത്ത ആൾ വിളിച്ചോ സാർ, അടുത്ത ആൾ വിളിച്ചോ. ഇഷാന എഴുതിയോ? ഇത് എഴുതിയോ? ഇഷാന എഴുതിയോ? എഴുതി. ഓക്കെ, അപ്പോൾ ഒരു ആംഗിൾ ഒരു 45 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമ്പർ ഓഫ് ഇമേജസ്? 360/45 -1. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇനി ഇത് വെച്ച് പ്രോബ്ലം ചെയ്യിക്കാമല്ലോ സാർ? കുഴപ്പമൊന്നുമില്ലല്ലോ. മാത്സ് ക്ലാസ് അല്ല, പ്രോബ്ലം ചെയ്യിക്കാൻ പാടില്ല. ബട്ട് ഫിസിക്സ് എന്ന് പറയുന്നത് മാത്സ് ആണ്, മാത്സ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഇത് രണ്ടും ഒട്ടിപ്പിറന്ന ഇരട്ട സഹോദരങ്ങളാണ്. ദേ ആർ ട്വിൻസ്. സോ വി കാൺട്ട് കോംപ്രമൈസ് ദാറ്റ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ്. നിങ്ങളെ ചീത്ത പറയുന്നതിനേക്കാളും കൂടുതൽ ഞാനിവിടെ സാറിനെ ചീത്ത പറയേണ്ടി വരും തോന്നണട്ടാ. ഇവിടെ നോക്കി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സ്നാപ്ചാറ്റിൽ എൻ്റെ ഫേസിലൊക്കെ പട്ടിക്കുട്ടിയുടെയൊക്കെ ഫേസ് വെച്ചിട്ട് ഇവിടെ എഡിറ്റ് ചെയ്ത് വെക്കാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? യു ഗൈസ് ആർ മച്ച്
ഡിസിപ്ലിൻഡ് കമ്പയറിംഗ് വിത്ത് ഹിം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. യെസ്, ഞാൻ പ്രോബ്ലം തരാണ്. ഓക്കെ, ഇത് 2 മിറേഴ്സ്, ഇത് മിറർ 1, ഇത് മിറർ 2, ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, 30 ഡിഗ്രി. ആൻഡ് നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. സോ നമ്പർ ഓഫ് ഇമേജസ് എത്ര? നമ്പർ ഓഫ് ഇമേജസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വേഗം കാൽക്കുലേറ്റ് ചെയ്തോട്ടോ. ആദ്യം എന്ത് ചെയ്യുക? Q ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എഴുതാം. അതിനുശേഷം ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് ഇമേജസ് എന്ന് കൊടുത്തിട്ട് ഇക്വേഷൻ എഴുതാം, അതിലേക്ക് ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനൽ ആൻസർ എഴുതാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ അതിനനുസരിച്ച് ഞാൻ മാർക്ക് സ്കിപ്പ് ചെയ്യും. ഇതെന്താണിത്? പാമ്പ് അതും കിടക്കുന്നത്. അതിനെൻ്റെ വീട്ടില് എന്താണത്? ബാഗിന്റെ വള്ളിയാണോ? ഒരു നിമിഷത്തേക്ക് ഞാൻ പേടിച്ചു പോയല്ലോടാ. ഓ ഓക്കെ, വേഗം കാൽക്കുലേറ്റ് ചെയ്യാ. എനിക്ക് ഒരാൾ വേണം സാർ. മതീഷ്, സാറ് ഞാനിന്ന് ഭയങ്കര ചെറുതായിട്ടിരിക്കുന്ന പോലെ. മാതേഷ്, ഹായ്, ഹലോ, ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? യെസ്, ഹാപ്പിയാണ്. ആ ചിരി മതി, ആ ചിരി കണ്ടാലും അറിയാം. ഓക്കെ, എടാ ഇവിടെ ക്യൂ എത്രയാണ്? നമുക്ക് തന്നിട്ടുള്ള ക്യൂ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി. ആരാണ് അവിടെ ക്യൂ ഈസ് ഈക്വൽ ടു 30 എന്നൊക്കെ ചാറ്റ് ബോക്സിൽ അയക്കുന്നത്? ഡിവീനെ ക്യൂ ആണോടാ 30? ക്യൂ നമുക്ക് ക്യൂ ആണോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്? ക്യൂ അല്ലട്ട ഫൈനൽ ആൻസർ. ക്യൂ എന്ന് പറയുന്നത് 30. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇമേജസ് ആണ്. സാർ അവിടെ പണിയുന്നുണ്ടല്ലോ സിസ്റ്റത്തിൽ, അതാണ് എനിക്ക് ഇവിടെ സ്ലോ ആവുന്നതെന്ന് തോന്നുന്നത്. ഓക്കെ, അടുത്ത ആളെന്ന് വിളിച്ചേ. മറിയം, ക്യൂ നമുക്ക് മാതേഷ് പറഞ്ഞു തന്നു, ദാറ്റ് ഈസ് 30 ഡിഗ്രി. നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. 360 by വാട്ട് ഈസ് ദിസ് സാർ? 360 ഡിവൈഡഡ് ബൈ number of Q -1. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. ഓരോ സ്റ്റെപ്പും നിങ്ങൾ നയിക്കുന്ന വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ തെറ്റിച്ചാൽ എൻ്റെ ആൻസറും തെറ്റും. യെസ്, ഇനി എനിക്ക് ക്യൂവിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പറഞ്ഞോ. 360 ഡിവൈഡഡ് ബൈ 30 minus 1. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആൾ വിളിച്ചു സാർ. വിഷ്ണു, വാട്ട് വിൽ വി ഗെറ്റ് if we divide 360 by 30? ആ നീ സെഡായാലടാ ഞാൻ. ആ പറഞ്ഞോ. 360 13 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 12 വരും. 12 minus വെയിറ്റ് ഇല്ല, ബാക്കി അടുത്ത ആളെ കൊണ്ട് പറയിപ്പിക്കാനിരുന്നതാണ്. അടുത്ത ആൾ വിളിച്ചോ സാർ. അല്ല, ഇത് ഭയങ്കര സിമ്പിളാണ്, അതോ പറഞ്ഞാലും കുഴപ്പമില്ല. ആരാണ്? ആദിദേവ്. എത്രയാണ്? ബല്ലെ 11. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എത്ര ഇമേജസ് കിട്ടി? 11 ഇമേജസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എപ്പോ നമ്മൾ 30 ഡിഗ്രീസിലാണ് നമ്മളുടെ മിറേഴ്സ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 11 ഇമേജസ് ഇൻ ടോട്ടൽ. ഓക്കെ, ഇനി ഞാനൊരു പ്രോബ്ലം കൂടി തരാൻ പോവാണ്. ക്യൂ നമുക്ക് എത്ര എടുക്കാമെന്നറിയോ? ഇറ്റ് ഈസ് 60. വേഗം ചെയ്തോ. 60 ആണെങ്കിൽ എത്ര കിട്ടും? വേഗം ചെയ്താൽ ഉടനെ അടുത്ത പ്രോബ്ലം തരാം. ഹാ, എന്താ ത്രില്ലല്ലേ? ഹായ് ആദിദേവ്, ഹായ് കാണിച്ചല്ലേ? ഹായ്. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അശ്വിൻ, ഗുഡ് ഈവനിങ്. ഓക്കെ, എത്രയാണ് നമുക്കിവിടെ ക്യൂ? 60 ഡിഗ്രി. ഓക്കെ, അടുത്ത ആള്. ജോഹാന അല്ല, ജാൻ. ഹായ് പ്രശ്നം ഉണ്ടാക്കല്ലേ സാർ? ജോഹാന, ഞാനതാ പറഞ്ഞു കൊടുത്ത്. അപ്പൊ സാറ് പറയണേ അമേരിക്കൻ ആക്സെന്റിൽ അങ്ങനെയല്ല, നമ്മ ഇന്ത്യക്കാരാണ്, നമുക്ക് അത് മതി. ഓക്കെ, സോ ഇക്വേഷൻ ഇവിടെ എന്ത് തന്നെയാണ്? 360 ഡിവൈഡഡ് ബൈ Q - 1. Q എന്ത് കൊടുക്കണം? 60 കൊടുക്കണം. അടുത്ത ആൾ വിളിച്ചോ സാർ.
ഇവാന. ഇവാന കുട്ട. യെസ്. വാട്ട് ഈസ് 360 ഡിവൈഡഡ് ബൈ 60? എത്രയാ? 6 minus 5. 360 ഡിവൈഡ് ബൈ 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എന്ന് മാത്രമേ പറയാവൂ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. അടുത്ത ഒരാൾ വിളിച്ചു സാർ. ഫൈനൽ ആൻസർ. നമ്മൾ ഏറെ കാത്തിരുന്ന ആ ഫൈനൽ ആൻസർ ആരാ വേണമെങ്കിലും വിളിച്ചോ. എനിക്ക് ആ മറ്റേ ഹെഡ്ഫോൺ, ആ ബ്ലൂ ഹെഡ്ഫോൺ വെച്ചിരിക്കും. ഇവിടെ ഉണ്ടോ ആള്? ആരു നീ? ഫൈനൽ ആൻസർ പറഞ്ഞടാ. ഫൈനൽ ആൻസർ 5. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ നമുക്ക് യൂണിറ്റ് എന്തെങ്കിലും എഴുതണോ? അടുത്ത ആൾ വിളിച്ചു സാർ. ദേവകൃഷ്ണ, എടാ ആ ഹെഡ്ഫോൺസ് എനിക്കൊന്ന്, ഞാനൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോകുന്നുണ്ട്, അപ്പൊ എനിക്കൊന്ന് കടമായിട്ട് തരുമോ? ഞാൻ തിരിച്ചു തരാം. ഫ്ലൈറ്റിൽ വെച്ച് അത് വേറെ ആളുടെ ഫ്ലൈറ്റിലേ വെച്ച് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തരുമോ എനിക്ക്? ഹെഡ്ഫോൺസ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ അതിന് ബാച്ചായിട്ട് ഒരു ബ്ലൂ അറ്റയർ നോക്കിക്കോളാം. എന്താണ് ബ്രാൻഡ് പറഞ്ഞാൽ മേടിച്ചാൽ മതിയെന്ന്. ശരി എന്നാ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് യൂണിറ്റ് എഴുതണോ നമ്പർ ഓഫ് ഇമേജസിന്? വേണ്ട, നോർമൽ നമ്പർ ആണല്ലേ, അതിന് യൂണിറ്റിന്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത ആൾ വിളിച്ചോ സാർ. എന്നാൽ അവൻ എനിക്ക് തരൂല എന്ന് പറഞ്ഞല്ലോ സാർ. അതെന്റെ മനസ്സിൽ നിന്ന് പോലും ഉറങ്ങൂല്ലോ ഞാൻ. അനന്യ, പക്ഷെ നമ്മളെ ആംഗിൾ എഴുതുമ്പോ യൂണിറ്റ് എഴുതണ്ടേ? ഏതാ യൂണിറ്റ്? ഡിഗ്രി. ഓക്കെ, അപ്പൊ യൂണിറ്റിന്റെ കാര്യം ഒന്ന് എല്ലാവരും ഓർക്കണം കേട്ടോ. നമ്മൾ ഈ ആംഗിൾ എഴുതുമ്പോൾ ക്യൂ എഴുതുമ്പോൾ എന്തായാലും ഡിഗ്രി ഇടണം. പക്ഷെ നമ്മൾ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്പർ ആണ്, അതിന് യൂണിറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് നമ്പർ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇതുപോലെ ഏത് പ്രോബ്ലം വന്നാലും എത്ര ആംഗിൾ തന്നു കഴിഞ്ഞാലും നമ്മൾ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഉറപ്പുള്ളവർ മാത്രം ഒന്ന് പവർ കാണിച്ചേ. ഏത് പ്രോബ്ലം തന്നാലും നമ്മൾ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. കണ്ട, അത്രേ ഉള്ളൂ. സെറ്റ്, സൂപ്പർ. ഓക്കെ, ആദിദേവേ സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റാണ്. എല്ലാവരും സെറ്റാണ്. അടിപൊളി. ഓക്കെ, സെറ്റാണ്. എല്ലാവരും സെറ്റാണ്. ഏത് പ്രോബ്ലം തന്നു കഴിഞ്ഞാലും ഇനി അത് അടിപൊളിയായിട്ട് ചെയ്തോളും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നോക്കാം. ഹെഡിങ് എഴുതിക്കോളൂ കേട്ടോ. ആപ്ലിക്കേഷൻസ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലേ? എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അല്ലല്ല, എൻ്റെ ഗുരു ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഈ ഗുരുവാണ് എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നത്. ഗുരുവിനെ കാണിച്ചിട്ടില്ല. ഗുരു ഇവിടെ കയറിയിട്ടില്ല. കെമിസ്ട്രി ഇവിടെ ഗുരുവിടെ ക്ലാസ് എടുത്തിട്ടില്ല. ഗുരുവാണ് എന്നെ പഠിപ്പിച്ചു തന്നെ. അടുത്ത ദിവസം വരുമ്പോ ആ ഗുരുവിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇതൊക്കെ ഒരു പ്രിവിലേജ് ആണ് കേട്ടോ. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാണുന്ന കുറച്ച് സിറ്റുവേഷൻസ്, ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. കുഴപ്പമില്ല, നോക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, യെസ്. ഈ ഒരു ഇമേജ് കണ്ട, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇമേജ്, ഇതെന്താ സംഭവം എന്ന് അറിയോ സാർ? കാലഡോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ? കാലഡോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എനിവൺ? കാലഡോസ്കോപ്പ് ഉണ്ട്? വിളിച്ചോ. ആരെങ്കിലും വീട്ടിലുണ്ടോ ഇപ്പോ? ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറെ നമ്മളിങ്ങനെ വല്ല വളപ്പൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പല ഡിസൈൻസ് ഇങ്ങനെ ഫോം ചെയ്യും. അഭിനവ്, നിന്റെ വീട്ടിലുണ്ടോ കാലഡോസ്കോപ്പ്? കണ്ടിട്ടുണ്ടോ? ആരെയാണ് വിളിച്ചത്? പിന്നെ ഇത് കണ്ടിട്ടുള്ളവർ വിളിക്കാൻ പറഞ്ഞപ്പോ സോറിടാ സാർ, ഞാൻ പറഞ്ഞില്ലേ പ്രായത്തിന്റെ ആയിട്ടുള്ളൊരു കുഴപ്പമില്ല, ഇട്ടോളാം. കണ്ടവരൊക്കെ ഒന്ന് ടാറ്റ കാണിച്ചേ. കാലഡോസ്കോപ്പ് കണ്ടിട്ടുള്ളവര് റീസാൻഡ് ചെയ്തേടാ ഒന്ന്. സാറേ, കാലഡോസ്കോപ്പിന്റെ ഇമേജ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്ത് വെച്ചോട്ടാ. ഞാനിത് എന്റെ ടോപ്പിക്കിലില്ല, വെറുതെ കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നു. ടോപ്പിക്കിലില്ല നമുക്ക്. ഫാത്തിമ, ഹലോ, കണ്ടിട്ടുണ്ടോ കാലഡോസ്കോപ്പ്? ഞങ്ങള് സ്കൂളിൽ വെച്ച് ചാപ്റ്ററില് ഈ സെയിം ഇത് പഠിപ്പിച്ചപ്പോ സമയത്ത് മിസ് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ ഞാനിപ്പോ ഓൺലൈൻ ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാങ്ങിയത്. എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. എവിടെ സാർ ഇവിടെ ഉണ്ടോ? ഇമേജ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചോ. ഈ പ്രേതത്തിന്റെ ഇമേജ് മാറ്റിയിട്ട് അതൊക്കെ കയറ്റി വെക്ക്. കണ്ടോ, ഇതാണ് കാലഡോസ്കോപ്പ് എന്ന് പറയുന്ന ഐറ്റം. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. പറഞ്ഞോ. അവളല്ലേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പാട്ട് പാടാൻ വിളിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിലപ്പോ നീ വന്നിട്ടുണ്ടാവില്ല, അവള് പാട്ടുപാടി. ഓക്കെ, ഈ കാലഡോസ്കോപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. വേറെ ഒന്നുമില്ല, ഇതില് 3 മിറേഴ്സ് ഉണ്ടാവും.
ഉള്ളിൽ 3 മിറേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാത്തിൻ്റെ റിഫ്ലക്ഷൻസ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതൊരു ആപ്ലിക്കേഷനാണ്. ഇത് കൂടാതെ നമുക്ക് വരുന്ന വേറെ ഒരു ആപ്ലിക്കേഷനാണ്. സാർ ഇത് കളയോ പോയില്ലേ? ഓക്കെ, ഇത് കൂടാതെ വരുന്ന വേറൊരു ആപ്ലിക്കേഷനാണ് പെരിസ്കോപ്പ്. പെരിസ്കോപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കുന്നില്ല തൽക്കാലം. ജസ്റ്റ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷനായിട്ട് പെരിസ്കോപ്പ് എന്ന് ഹെഡിങ് കൊടുത്താൽ മാത്രം മതി. പെരിസ്കോപ്പിനെ കുറിച്ച് വിജൃംഭിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ക്ലാസ്സിലാണ്. ഓക്കെ, അതുവരെ ബൈ ബൈ ഇല്ല, നമ്മൾ വേറെ പഠിക്കും. പറ്റിച്ചേ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ച മെയിൻ ടോപ്പിക് ഒന്ന് കാണിക്കാൻ പോവുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ഒന്നുമില്ല, 2 അതിൽ കൂടുതലോ മിറേഴ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഇമേജ് നമുക്ക് ഫോം ചെയ്യും. ഇമേജിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ ഹാവ് ദ ഇക്വേഷൻ. ഇക്വേഷൻ വി ക്യാൻ ഹാവ് ദ ഇക്വേഷൻ വരുന്നില്ല. അയ്യോ. വി ക്യാൻ ഹാവ് ദിസ് ഇക്വേഷൻ 360/q-1. ഈ ഇക്വേഷൻ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ക്യൂവിന് പകരം നമ്മൾ ഏത് ആംഗിൾ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടുന്നോ അത്രയും ഇമേജ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിക്കാനായിട്ട് കുറച്ച് ടൈം തരാണ്. ഒരു എത്ര മിനിറ്റ് കൊടുക്കണം സാർ? ഒരു എത്ര മിനിറ്റ് കൊടുക്കണം സാർ? ഒരു 4 മിനിറ്റ്, ഒരു 4 മിനിറ്റ്സ് ടൈം തരാം. ഈ ടൈമിനുള്ളിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ: റെഗുലറും ഡിഫ്യൂസ്ഡും റിഫ്ലക്ഷൻ. ഓക്കെ, പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരുന്നു, അത് 5 എണ്ണം സിമ്പിളായിട്ട്. പിന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഡെഫിനിഷനും ഇക്വേഷനും. സിമ്പിൾ അല്ലേ? കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ, കുറച്ചുള്ളൂ. മിഷേല, ഇത്രേ ഉള്ളൂ മിസ്സേ? ഓക്കെ, താങ്ക്സ് കേട്ടോ. അപ്പോൾ വേഗം പഠിച്ചോ, ഞാനിപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ.